അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിൽ നമ്മൾ കവർ ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് മാസ്കിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാസ്കിംഗ് എന്നാണ്. മാസ്കിംഗ് ഫോട്ടോഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഇമേജിന്റെ പ്രിന്റഡ് കോപ്പി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് കടയിൽ ചെന്നിട്ട് ഒരു മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ വാങ്ങിച്ചിട്ട് ഈ ആളുടെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആളുടെ ബോഡിയുടെ മുകളിൽ ഒട്ടിക്കുകയാണ്. അതായത് ഇപ്പൊ ആ ഫോട്ടോയുടെ ഉള്ളിൽ ആളുടെ ബോഡി മാത്രം നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തേക്കാണ്, ബാക്ക്ഗ്രൗണ്ട് മാത്രം വിസിബിൾ. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് എടുത്ത് അത് കുറച്ച് പെയിന്റിൽ മുക്കി ഈ ഫോട്ടോയുടെ മുകളിൽ വലിച്ചടിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ ആ കളർ ഫോട്ടോയിൽ മൊത്തമായെങ്കിലും നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഇയാളുടെ ബോഡിയുടെ മുകളിൽ അതായിട്ടില്ല, കാരണം അവിടെ മാസ്കിംഗ് ടേപ്പ് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നീട് മാസ്കിംഗ് ടേപ്പ് പറിച്ചു കളയുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കളർ വന്നു, ആളുടെ ഫോട്ടോയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഈ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ഫോട്ടോഷോപ്പിൽ മാസ്കിങ്ങിന്റെ. അതായത് ഫോട്ടോഷോപ്പിൽ നമ്മളൊരു ഇമേജിന്റെ പോർഷൻ മാസ്ക് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് പെർമനന്റ്ലി ഡിലീറ്റ് ആയി പോകണില്ല, പക്ഷെ അതിന് പകരം ഒരു ലെയർ ഇട്ടിട്ട് അത് ട്രാൻസ്പെറന്റ് ആക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പോർഷൻ ഡിലീറ്റ് ആയി പോയി എന്ന് തോന്നുമെങ്കിലും അത് അവിടെ നിന്ന് പോയിട്ടുണ്ടാകില്ല. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ഇമേജ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു സെലക്ട് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഈ ഭാഗത്തായിട്ട് സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സെലക്ട് മെനുവിന്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കാണുന്ന പടം ഓൾറെഡി മാസ്ക്ഡ് ആണ് കംപ്ലീറ്റ്ലി. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രമായിട്ട് എങ്ങനെ മാസ്ക് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് അൺമാസ്ക് ചെയ്യേണ്ട ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത പോർഷൻ അൺമാസ്ക് ആയിട്ടുണ്ട്, പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടിയിടണം. അതായത് മാസ്ക്ഡ് പോർഷന്റെ ട്രാൻസ്പെറൻസി എത്ര വരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലർക്കും ഈ വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും കിടക്കുക. നമുക്കതിവിടെ വേരി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ ഇയാളുടെ പടം മാസ്ക് ചെയ്ത് കളഞ്ഞു. അതായത് ഇവിടെ നമ്മൾ ഓക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിൽ ഇനി ഇയാളുടെ പടം കാണില്ല, അതിനു പകരം ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണുള്ളൂ. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കപ്പോഴും ആവശ്യം. അതായത് ആളെ കാണണം, ബാക്ക്ഗ്രൗണ്ട് കാണണ്ട. അതിനുവേണ്ടി നിങ്ങളിവിടെ ഇൻവെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെലക്റ്റഡ് ആണോ അതിനെ അൺസെലക്ട് ചെയ്തിട്ട് സെലക്റ്റഡ് അല്ലാതെ ഇരിക്കുന്ന പോർഷനെ സെലക്ട് ചെയ്യും. കണ്ടോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആക്ച്വലി സെലക്ട് ചെയ്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് കാണാതെ ആവുകയും അത് മാസ്ക് ആവുകയും അതേസമയം ആളുടെ പടം അൺമാസ്ക് ആവുകയും ചെയ്തു. നെക്സ്റ്റ് ഇതിൽ റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കിടക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ആ മാസ്കിന്റെ ബോർഡർ അല്ലെങ്കിൽ എഡ്ജിന്റെ റേഡിയസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇമേജിൽ റേഡിയസിന്റെ വാല്യൂ 4 പിക്സൽ ആണ്. ഇതിന്റെ ചെവി കുറച്ച് പോർഷൻ വന്നിട്ടില്ല. ഞാനത് ഇൻക്രീസ് ചെയ്തപ്പോൾ ചെവിയുടെ പോർഷൻ ഇവിടെ വന്നത് കണ്ടോ. അതായത് ഇതിന്റെ എഡ്ജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ റേഡിയസ് മാറ്റും തോറും അതിന് വ്യത്യാസം വരും. ബേസിക്കലി അതിന് വേണ്ടിയിട്ടാണ് റേഡിയസ് എന്നുള്ള വാല്യൂ യൂസ് ചെയ്യണത്. റേഡിയസിന് താഴെ നമുക്ക് സ്മാർട്ട് റേഡിയസ് എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കലി ഫോട്ടോഷോപ്പിന് ഒരു എഡ്ജ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് റേഡിയസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് റേഡിയസ് യൂസ് ചെയ്യുക. അതായത് പല ഭാഗങ്ങളിൽ പല റേഡിയസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അത് കൊടുത്തോളും. ഇവിടെ നമുക്ക് ആ ചെവിയുടെ അവിടെ റേഡിയസിന്റെ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ചെവിയുടെ ഭാഗത്ത് റേഡിയസ് കൂട്ടിയിടും. ഈ ഒരു ഓപ്ഷൻ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ മുടിയും ചെവിയും ഒക്കെ മാസ്ക് ചെയ്യാൻ വരുന്ന സന്ദർഭങ്ങളിലാണ്. അടുത്തതായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ സ്മൂത്ത് ആണ്. സ്മൂത്ത് എന്നുള്ളത് നമ്മുടെ സെലക്ട് ചെയ്ത പോർഷന്റെ അല്ലെങ്കിൽ മാസ്ക് ചെയ്ത പോർഷന്റെ എഡ്ജസ് വരുന്നതിനെ സ്മൂത്ത് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അതായത് സ്മൂത്ത് 0 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ആ എഡ്ജ് വരുന്നത് അത് അതേപോലെ തന്നെ കട്ടയ്ക്ക് എടുത്തു നിൽക്കും. അതിന് പകരം നമ്മൾ സ്മൂത്ത് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ വന്നത് കറക്റ്റ് എഡ്ജസ് പിടിച്ച് ഷാർപ്പായിട്ടുള്ളത് തരുന്നതിന് പകരം സ്മൂത്ത് ചെയ്തിടും. നെക്സ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫെദർ ആണ്. ഫെദർ എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അതായത് നമ്മുടെ എഡ്ജിന്റെ ഒപ്പാസിറ്റി ഒരു ബ്ലെൻഡിങ്ങിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫെദർ യൂസ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ഡയറക്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാസ്കിന്റെ എഡ്ജിന്റെ ഫെദറിങ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നെക്സ്റ്റ് വരുന്ന വേരിയബിൾ കോൺട്രാസ്റ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് അതായത് മാസ്ക് ചെയ്ത പോർഷന്റെ എഡ്ജിന്റെ
കളർ ഡെപ്ത് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടിയിട്ടാണ്. ഇത് മെയിൻലി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫെദർ കൂട്ടിയിടുന്ന സമയങ്ങളിലാണ്. ഇതിപ്പോൾ ഫെദർ 0 ആയതുകൊണ്ട് വലിയ വ്യത്യാസം വരില്ല. ഇവിടെ നമുക്ക് ഇയാളുടെ മുടിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വേരിയബിൾ ഷിഫ്റ്റ് എഡ്ജ് ആണ്. ഇത് യൂസ് ചെയ്യണത് നമ്മൾ കട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ചെയ്ത പോർഷന്റെ അതിന്റെ എഡ്ജിനെ ഐഡന്റിഫൈ ചെയ്യുന്ന വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എഡ്ജിന്റെ വാല്യൂ നമ്മൾ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുടിയൊക്കെ ശ്രദ്ധിക്കുക, ഓരോ മുടിയുടെ ഓരോ ലൈനും എഡ്ജായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. അതേസമയം എഡ്ജ് കുറവാണെന്നുണ്ടെങ്കിൽ മൊത്തം മുടിയൊക്കെ അവർ ഒറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇയാളുടെ താടിയുടെ ഭാഗം നമ്മൾ ഷിഫ്റ്റ് എഡ്ജ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ താടിയുടെ ഓരോ രോമവും സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് ശ്രമിക്കും. അതേസമയം നമ്മൾ എഡ്ജ് കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യില്ല. ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മാസ്ക് ചെയ്യാം. അതേപോലെ തന്നെ ക്ലിയർ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത സെലക്ഷനൊക്കെ ക്ലിയർ ആയി പോകും. നമുക്ക് വീണ്ടും ഒന്നുകൂടെ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് ആദ്യം തുടങ്ങി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ നമ്മുടെ അടുത്ത ടൂള് എന്ന് പറയുന്നത് റിഫൈൻ എഡ്ജ് ടൂളാണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഷിഫ്റ്റ് എഡ്ജ് ചെയ്ത പോലെ തന്നെ ഒരു പർട്ടിക്കുലർ സെലക്ട് ആയിട്ട് അല്ലെങ്കിൽ മാസ്ക് ആയിട്ട് വന്നേക്കുന്ന എഡ്ജിനെ നമുക്ക് ഒന്നുകൂടെ റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് പോലത്തെ ടൂൾ യൂസ് ചെയ്ത് നമ്മുടെ എഡ്ജിന്റെ മുകളിൽ കൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള എഡ്ജസ് ഒന്നുകൂടെ ബെറ്റർ ആക്കി റിഫൈൻ ചെയ്ത് ഷാർപ്പാക്കി ഫോട്ടോഷോപ്പ് നമുക്ക് തരും. മുടി, ഫർ തുടങ്ങി ഇറഗുലർ ആയിട്ടുള്ള എഡ്ജസ് വരുന്നിടത്താണ് ഈ ഒരു ടൂൾ കൂടുതലായിട്ട് ഉപയോഗം വരിക. അതേപോലെ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് മാസ്ക്ഡ് അല്ലാത്ത പോർഷൻ ബ്രഷ് ചെയ്ത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാസ്ക്ഡ് ആയിട്ടുള്ള പോർഷൻ ബ്രഷ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇയാളുടെ ചെവി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബ്രഷ് എടുത്തിട്ട് ആ പോർഷൻ അതിന്റെ മുകളിൽ കൂടെ വരച്ചു കഴിഞ്ഞപ്പോൾ ചെവി വന്നു അവിടെ. പക്ഷെ അവിടെ കുറച്ചൊരു റെഡ് പോർഷൻ കയറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മൈനസ് ചെയ്ത് കളയണം. നമ്മൾ മുകളിൽ വന്നിട്ട് മൈനസ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട്, അതായത് സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ ചുമപ്പ പോർഷൻ മാത്രം നമ്മൾ വരച്ച് റിമൂവ് ചെയ്യാണ്. സോ നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ, അതായത് ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ച് മാസ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പറഞ്ഞ മൈനർ ചേഞ്ചസ് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ബ്രഷ് കൂടാതെ നമുക്ക് നേരത്തെ പഠിച്ച ഒബ്ജക്ട് സെലക്ഷൻ ടൂള്, ലാസോ ടൂള്, അതേപോലെ സൂമും ഹാൻഡ് ടൂളും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചേഞ്ച് വരുത്തിയ ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ വരുത്തിയ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഒറിജിനൽ ലെയറിലേക്ക് വരും. ഇതിൽ നമ്മൾ മാസ്ക് ആൻഡ് സെലക്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് ഇവിടെ മാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞില്ലേ, മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുകയാണെന്നുള്ളത്. ആ ഒരു കാര്യം നമ്മളിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് വെച്ചിട്ട് ചെയ്തേക്കാണ്. അതായത് ആളെ മാത്രം നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ സാധിക്കുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഫുൾ മാസ്ക് ആയി പോയേക്കാണ്. ഇവിടെ ഇപ്പോൾ മാസ്കിന്റെ ലെയറും ഇമേജിന്റെ ലെയറും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. നമുക്ക് മാസ്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്കിന്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അതേസമയം ഇമേജിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇമേജിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ബ്രഷോ അതുപോലെയുള്ള ബാക്കി ടൂൾസോ ഉപയോഗിക്കാൻ നേരത്ത് യൂസ് ചെയ്യാൻ. മാസ്കിംഗ് ലെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിൽ വന്നേക്കുന്നത് മൊത്തം മാസ്ക് ആയി പോവുകയും അതേസമയം വൈറ്റ് കളറിലുള്ളത് അൺമാസ്ക്, അതായത് കാണാൻ പറ്റുന്നതുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ലെയറിന്റെ മുകളിൽ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളറിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് കളർ വരുന്ന ഭാഗം മൊത്തം മാസ്ക് ആയി പോകും. അതേസമയം ബ്രഷിൽ വൈറ്റ് കളർ എടുത്തിട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബ്ലാക്ക് ആയിരുന്ന പോർഷൻ നമുക്ക് വീണ്ടും അൺമാസ്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാസ്കിങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസും യൂസും മറ്റും നമ്മൾ വരാൻ പോകുന്ന ലെസൺസിൽ പഠിക്കും.